ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 800 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടണും ആ ബെല്ലൈക്കണും അമർത്താൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റുകൾ കണ്ടു കാണും. ആൾക്കാർ അവരുടെ ഫോട്ടോ തന്നെ കാർട്ടൂൺ പോലെ വരച്ചിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആക്ച്വൽ മെത്തേഡ് അല്ല, പക്ഷെ എന്നാലും ഒരു ഈസി ഒരു 2 minute സൊല്യൂഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ മെത്തേഡ് വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം ഇട്ട് തരാം. അപ്പം ഇപ്രാവശ്യം നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് പിക്സാർട്ട്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് ഓർക്കാം. അപ്പോൾ നമ്മുടെ പിക്സാർട്ട് ലോഡായ ശേഷം നമുക്ക് പ്ലസ് വെക്കാം. ആ പ്ലസ് നോക്കിയിട്ട് താഴെ നമുക്കൊരു കളർ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ പിങ്കാണ് എടുക്കണം. ഇതിലേക്ക് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാൻ ഇവിടെ താഴെ ആഡ് ഫോട്ടോ എന്ന് തന്നെ ബട്ടൺ വെക്കണം. ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യണം, ആഡ് വെക്കണം. അപ്പം നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട്, അതിനെ സൈസ് വലുതാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഫോട്ടോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കട്ടൗട്ട് വെക്കണം. കട്ടൗട്ട് നോക്കിയിട്ട് എക്സ് അടിച്ചിട്ട് ഔട്ട്ലൈനിൽ നമ്മൾ വെറുതെ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം ഇതിൻ്റെ ചുറ്റും. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കണം. അപ്പോൾ വേണ്ട, ഇത് തന്നെ അതിൻ്റെ ഫുൾ സെലക്ഷൻ എടുത്തു തരും. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ തിരുത്തണമെങ്കിൽ താഴെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. റീസ്റ്റോർ എന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, എറേസ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഭാഗം സെലക്ട് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേവ് അടിക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ മാത്രം അവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എഫക്ട്സ് എടുക്കണം. എഫക്ട്സിൻ്റെ അകത്ത് താഴെ സ്കെച്ച് കൊടുക്കണം. സ്കെച്ചിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ അത് ലോഡാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ നമ്മുടെ എന്താ ഔട്ട്ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് അലൈൻ ചെയ്യാൻ ഹൊറിസോണ്ടലും 0 ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും 0 ആയിട്ടുണ്ട്. ലൈൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിക്നെസ് കുറയ്ക്കാം. എന്നിട്ട് ബ്ലാക്ക് കൊടുക്കണം, ബ്ലാക്ക് ലൈൻ ആവാൻ വേണ്ടി. എന്നിട്ട് കുറച്ച് ഫേഡും കൊടുക്കാം, ആ പെൻസിലിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ലൈൻ ഉണ്ട്, നമുക്ക് ആവശ്യമില്ലാത്തത് മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലത്തെ എറേസർ ആക്കിയിട്ട് സൂം ചെയ്ത് എവിടെയാണ് എറേസ് ചെയ്യേണ്ടത് നമുക്ക് എറേസ് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്നത് എഫക്ട്സിൽ പോയിട്ട് തന്നെ ഇപ്രാവശ്യം മാജിക് എടുക്കാം. മാജിക്കിൻ്റെ അകത്ത് സോൾ എടുത്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 സർക്കിൾ ഉണ്ട്, ആ സർക്കിൾ എടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കളർ തന്നെ അതിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ആ ഫേഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ എഫക്റ്റും മാറും. അപ്പം നമുക്ക് ഓക്കെ, ഇത്ര മതി. ഓക്കെ, സേവ് കൊടുക്കണം. പിന്നെയും എഫക്ട്സ് എടുത്തിട്ട് ഇപ്രാവശ്യം അൺഡെഡ് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ആ 3 സർക്കിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതെന്ന് വെച്ചാൽ കുറച്ച് വാല്യൂ മതി. ഇത് വേണ്ട, ഒരു പെൻസിൽ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് പറഞ്ഞ അത്രയും കൂടെ കൊടുത്തിട്ട് ഒന്നുകൂടെ സേവ്. കണ്ട, നമ്മുടെ ഫോട്ടോ റെഡിയാണ്. ഇത് വരച്ച പോലെ തന്നെ ഇല്ലേ? ഇപ്പം ഇതാ ഇത് 2 minute പോലും എടുക്കാറില്ല. അതിൻ്റെ ലോഡിങ് ടൈം മാത്രമേ ഉള്ളൂ. നമുക്ക് സേവ് എടുത്തിട്ട് നെക്സ്റ്റ് അടിക്കാം, എന്നിട്ട് ഗാലറിയിൽ സേവ് ചെയ്യാം. ഉണ്ടാ. അപ്പം ഇതേപോലെ നമുക്ക് വേറെ ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോ തന്നെ ഹിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ എൻ്റെ ഫോട്ടോ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കല്ല, എൻ്റെ ഫുൾ ഫോട്ടോ തന്നെ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ എഫക്ട്സ് പോയിട്ട് ആദ്യം സ്കെച്ച് ചെയ്യാം. ഈ ലോഡിങ് ടൈം മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പോലെ 0 ആക്കണം. 0 ആക്കിയിട്ട് ലൈൻ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റേത് കുറച്ചുകൂടെ എനിക്ക് ഒരു കാർട്ടൂൺ എഫക്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ലൈനിനെ കുറച്ച് തിക്കാക്കി തന്നെ വെക്കുവാണ്. എന്നിട്ട് ബ്ലാക്ക് ആക്കണം, ഫേഡും കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് അടിക്കണം. എന്നിട്ട് നമ്മുടെ എഫക്ട്സിൽ പോയിട്ട് മാജിക് സോൾ
3 സർക്കിൾ, ടിക്ക് ചെയ്തിട്ട് പിന്നെ എഫക്ട്സ് കൊടുത്തിട്ട് 100 എടുക്കുമ്പോൾ ഒരു ഡാർക്കിഷ് പെൻസിലിന്റെ ഫീലാണ് വരുന്നത്. ഓക്കെ, ഡൺ. അപ്പം നമ്മുടെ പെൻസിൽ എഫക്റ്റ് റെഡിയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എഫക്ട്സ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഫക്ട്സ് എടുത്തിട്ട് ഇഷ്ടമുള്ള എഫക്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് സേവ് ചെയ്തെടുക്കാം ഗാലറി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് എനിക്ക് അയച്ചു തരാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇമെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത എന്ത് ഈസി ടിപ്പ് വേണോ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട.